ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ചേറെ ദിവസങ്ങളായി ചെറിയ ഒരു കാര്യത്തെക്കുറിച്ചിട്ടൊരു വിശകലനം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് ഇടുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഫേസ്ബുക്കിനകത്തും സോഷ്യൽ മീഡിയയ്ക്കകത്തും പലതരത്തിലുള്ള വിശകലനങ്ങളും കൊണ്ട് പല ആൾക്കാരും വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരാൾ പറഞ്ഞ ഒരു വിശകലനമാണ് എനിക്കിവിടെ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ അവരതിൽ പറഞ്ഞത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വ്യക്തി ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് ഞാൻ നന്നാവും, അല്ലെങ്കിൽ ആ ഒരു സെൽഫ് മോട്ടിവേഷനെ കുറിച്ചിട്ട്, അതായത് സ്വയം ഇങ്ങനെ വിലയിരുത്തിയിട്ട് ഇങ്ങനെ പറയുന്നതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആ കുട്ടി അതിനെ കുറിച്ചിട്ടൊരു കാര്യം പറയുന്നതായിട്ട് കാണാം. ഒരു പരിധിവരെ ആ സെൽഫ് മോട്ടിവേഷൻ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം സോഷ്യൽ ബീയിങ്സ് ആണ്. അതായത് നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ പിറന്നു വീഴുമ്പോൾ നമ്മളിതൊന്നും തന്നെ പഠിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കണ്ടിട്ടും നമ്മളുടെ കുടുംബത്തിൽ നിന്നും അതുപോലെ നമ്മൾ പഠിച്ച സ്ഥലങ്ങളിൽ നിന്നും നമ്മളുടെ കൂട്ടുകാരിൽ നിന്നും ഓരോ പ്രകൃതിയിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കണ്ടിട്ട് തന്നെയാണ് നമ്മൾ അവിടെ വ്യക്തിപരമായ ആ ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണ്. ആ വ്യക്തി തന്നെയാണ് തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു കുട്ടിയെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു കുട്ടിയെ നീ ഒരു പിശാചാണ് അങ്ങനെയൊക്കെയുള്ള തരത്തിൽ നമ്മൾ ആ കുട്ടിയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ ആ ഒരു നെഗറ്റീവ് ടെൻഡൻസി ആയിരിക്കും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ചെറിയ കുട്ടിയുടെ മനസ്സിനകത്ത് ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല എന്നുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത് എന്ന് കാണാം. അതുപോലെ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമുക്കറിയാം, തീർച്ചയായിട്ടും അറിയാം, നമ്മളെ പഠിപ്പിച്ച പല ടീച്ചർമാരുടെയും അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്നുവരെ എത്തിച്ചേർന്നത്. അപ്പോൾ ആ ഇന്നുവരെ എത്തിച്ചേരുമ്പോൾ അപ്പം നമ്മളവിടെ അനുകരിക്കുന്നത് അവിടെ സെൽഫാണ്, നമ്മുടെ സെൽഫ് തന്നെയാണ് നമ്മളെ അവിടെ അനുകരിക്കുന്നത് എന്ന് കാണാം. അപ്പം നോക്കുമ്പോൾ ഈ വ്യക്തി തന്നെയാണ് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആളെന്ന് കാണാം. ഒരു വ്യക്തി വിചാരിക്കുകയാണ് ഇന്ന് ഞാൻ നേരം വെളുത്തിട്ട് രാത്രി അത് ചെയ്തിട്ടേ കടന്നിരിക്കും എന്നിങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അയാളത് ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഡിറ്റർമിനേഷനാണ്, അവിടെ കൺസിസ്റ്റൻസിയാണ്, അവിടെ സ്ഥിരതയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ ആ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അവൻ്റെ ആ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും വരുന്നത് എന്ന് കാണാം. അപ്പോൾ ആ സെൽഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ഒരു കാര്യമാണ്, അതിനാണ് നമ്മൾ കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുന്നത്. നമ്മളുടെ മനസ്സിന് അപാരമായ കഴിവുകളാണുള്ളത്. ആ മനസ്സിനെ ഉണർത്തുന്നത് നമ്മൾ തന്നെത്താനാണ്. ഒരു മനുഷ്യൻ്റെ ചിന്താഗതികൾ എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷോപലക്ഷം ചിന്താഗതികളാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ എല്ലാ ദിവസവും കടന്നു പോകുന്നത്. ഒരു വ്യക്തിയും വേറൊരു വ്യക്തിയും തമ്മിൽ യാതൊരു കമ്പാരിസണും ഇല്ല. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും വേറൊരു വ്യക്തിയായിട്ട് കുറേ കാലത്തിലൂടെ അയാൾക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റില്ല. പിന്നെ അയാൾ എന്താ ചെയ്യുന്നത്? അവിടെ ഇമിറ്റേഷനാണ് ചെയ്യുന്നത്, അവിടെ അനുകരണമാണ് ചെയ്യുന്നത്. അപ്പം ആ വ്യക്തിയുടെ ഒരുപാട് ആ ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ അയാളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതും ചെയ്യുന്നത് ആരാണ്? ഈ സെൽഫ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ്, അവിടെ ഒരു അട്രാക്ഷനാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും താഴ്ത്തിക്കെട്ടാനായിട്ട് പാടില്ല. കാരണം ഓരോ വ്യക്തികളും ചെയ്യുന്ന ജോലികൾക്ക്, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അവരുടേതായ ആ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ അത്രമാത്രം കാര്യങ്ങളാണ് ആ വ്യക്തിക്ക് ഉള്ളത് എന്ന് കാണാം.